The sad reality about this rat race is that 99% of people who are actually the part of the rat race won't be ever escaping from this. And the problem is actually not with the people. The problem is actually created by two systems. And today in this video, I will be talking about that two systems. So let's begin with the first system, the education system. എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഈ റാറ്റ് റേസ് മെന്റാലിറ്റി കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ഒറ്റ വീഡിയോ കാണിക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? പോയി പ്ലസ് ടു പഠിച്ചിട്ടോ. ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞു, പോയി ഡിഗ്രി പഠി. ഡിഗ്രി കഴിഞ്ഞു, ജോലി കണ്ടുപിടി പെട്ടെന്ന്. ജോലി കിട്ടി കേട്ടോ. ഉടനെ പോയി കല്യാണം കഴിക്കുക, ഉടനെ പെട്ടെന്ന്. കല്യാണം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണ്ടേ? അത് ഞാൻ ഇനി പറഞ്ഞു തരണോ? ഓയ്, കൊച്ചുങ്ങൾ 2 ആയി കേട്ടാ. അത് നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്ക്. പോ. പിള്ളേര് പഠിച്ച് വളർന്നു, അവർക്ക് ജോലിയായി. എങ്കിലും അവരെ പെട്ടെന്ന് കെട്ടിക്ക്. നിനക്ക് പേരക്കുട്ടിയൊക്കെ വേണ്ടേ? ചെല്ലേ പെട്ടെന്നാകട്ടെ. പേരക്കുട്ടികളായി കേട്ടോ. അവരെ കൊഞ്ചിച്ചോ? സന്തോഷമായോ? നെക്സ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞു, പോയി പ്ലസ് ടു പഠി മോനെ, പെട്ടെന്നായിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ആ കണ്ട വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ചൂണ്ടിക്കാണിക്കുന്ന മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് യു ആർ നോട്ട് ഇൻ കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. അതായത് നിങ്ങളുടെ ലൈഫിന്റെ പ്ലാൻ സംബഡി എൽസ് ഹാസ് ഓൾറെഡി ഡിസൈഡഡ്. അതായത് നിങ്ങൾ ഇന്ന വയസ്സിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. After that education, you get some job. After getting that job, find somebody and get married, then have kids. Then again, your responsibilities will increase. Okay, you pay your debts, your bills and everything. Take care of your family, take care of your kids. Okay, plan your retirement. Okay, and one day, boom, death. The saddest part is that most of the people are blindly following without even questioning. ആരും ആലോചിക്കുന്ന പോലും ഇല്ല. എടാ, നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ തീരുമാനങ്ങളിലൂടെയാണോ പൊക്കോണ്ടിരിക്കുന്നത്, അതോ somebody else is controlling it? സോ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, വൈ ദിസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ലൈക്ക് ദിസ്. ദി തിങ് ഈസ് ദാറ്റ് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്ന ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, ഇതൊക്കെ ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മെയിൻ ഇൻഫ്ലുവൻസ്, ഫ്രം വേർ ഇറ്റ് ഗോട്ട് ഇൻഫ്ലുവൻസ്, ഡു യു നോ? Public education system and found out that it was based on the Prussian model, and the Prussians produced a universal education system in the late 1800s because they were afraid they were losing military superiority, and they wanted to produce a cadre of mindless obedient soldiers. എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത, ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസ് ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ പറയുന്ന ഓർഡറുകൾ കേട്ട് മാത്രം ഒന്നും മിണ്ടാതെ വായടച്ച് പണിയെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടം യങ് ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ സിസ്റ്റമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും വൈ we are trained to become employees, workers. Why we are trained to become individuals who are there to take others' orders. The second system, which actually is the most dangerous one, creating this rat race mentality in the younger generation, is the political system. ഞാൻ സിമ്പിളായിട്ട് പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന് ഒരു രാജ്യത്ത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ആവശ്യമായ സംഭവം എന്താ? പവർ. ദേ നീഡ് പവർ, ആൻഡ് ടു സസ്റ്റെയിൻ ദാറ്റ് പവർ ദേ നീഡ്സ് മണി. ആൻഡ് ഫോർ ഗെറ്റിംഗ് ദിസ് മണി ദേ ഫോം അലയൻസസ് വിത്ത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. വാട്ട് ദേ വാണ്ട് ഇൻ ദിസ് സൊസൈറ്റി ഈസ് വർക്ക് ഫോഴ്സ്. ദേ ജസ്റ്റ് നീഡ് വർക്കേഴ്സ്. നിങ്ങൾ ഒരു 10 പേർക്ക് ജോലി നൽകുന്ന ഒരാളായി മാറും എന്ന് പറഞ്ഞു പഠിപ്പിക്കത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരുത്തനായി മാറും. മീൻസ് ഒരു കേപ്പബിലിറ്റി, ഒരു ജോലി കിട്ടാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളായി മാറും എന്നാണ് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഈ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. ദ ഗ്രോത്ത് ഓഫ് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു അന്യായമായ ഗ്രോത്ത് ആണ് സംഭവിച്ചിട്ടുള്ളത്. വൈ ദിസ് ഈസ് ഹാപ്പനിങ്? ബിക്കോസ് നിങ്ങൾ വിചാരിക്കും, അയ്യോ നമ്മുടെ എഡ്യൂക്കേഷനെ അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, ദേ ആർ സപ്പോർട്ടിങ് ദ പീപ്പിൾ ടു ബിക്കം എഡ്യൂക്കേറ്റഡ്. നോ, ദേ ആർ ആക്ച്വലി മിൻറ്റിങ് വർക്കേഴ്സ് ഫോർ ദെയർ ഫാക്ടറീസ്. ഞാൻ പറയട്ടെ, ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എല്ലാമായിട്ട് എത്ര പേരാണ് നാട്ടിൽ? അൺഎംപ്ലോയ്മെന്റ് ഈസ് സ്റ്റിൽ അറ്റ് പീക്ക് ഇൻ ഇന്ത്യ. ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ, ബട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ജോബ്സ്. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി അവർക്ക് കിട്ടുന്നില്ല. സോ ദ പീപ്പിൾ, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുന്ന കുറെ
സ്കിൽസ് ഉണ്ടല്ലോ, കുറെ നോളജ്, ദാറ്റ് നോളജ് ഈസ് ആക്ച്വലി നൗ ബീങ് യൂസ്ലെസ് ഇൻ ദിസ് മാർക്കറ്റ്. അതായത് ഇതിനെക്കുറിച്ചൊന്നും ആൾക്കാർ അധികം ചിന്തിക്കത്തില്ല. പീപ്പിൾ വിൽ നെവർ ബി ബോതേർഡ് ടു തിങ്ക് അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ദിസ് ഈസ് ബിക്കോസ് do you really want to actually escape from this rat race? There's a movie in Tamil called Mahan. In that movie, there is a scene. Just watch that video. ஒரு லைஃப்பில் ஒரே பேட்டர்ன் தான். மூஞ்சியை பார்த்து புட்டு புட்டு வைக்கணும். வாழ்க்கை வாழ்ந்தாண்டாங்க மாதிரி 5% ஆள் தான் வாழ்வான். அந்த 5% ஆட்களுடைய வாழ்க்கை செம்ம வாழ்க்கைன்னு தோணணும்னா இந்த 95% ஆட்களுடைய வாழ்க்கை சாதாரணமாக சப்புன்னு தான் இருக்கணும். ஏன் நல்லா 5% வர முடியாதா? நீ உனக்குன்னு எந்த ஒரு கொள்கை கோட்பாடு அவன் திட்டுறான் இவன் திட்டுறான் மயிறு மட்டன் எதையும் யோசிக்காம உன் மனசுக்கு என்ன தோணுதோ அதை பண்ணி ஒரு நாளாவது வாழ்ந்திருக்கியா? மாட்டேன், கண்டிப்பாக மாட்டேன். செத்தால 5% வரவே முடியாது. ஏன்னா உன் பேட்டர்ன் அப்படி. So my question for the people watching this video is that why you are still following this traditional path when there is actually an escape plan? ഈ റാറ്റ് റേസിൽ നിന്ന് നിങ്ങൾക്ക് എസ്കേപ്പ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു നീഡ് ടു ബി റെഡി ടു ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് യു നീഡ് ടു ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് റിഗാർഡിംഗ് 3 things. ഫസ്റ്റ് തിങ് അബൌട്ട് യുവർ മൈൻഡ് സെറ്റ് റിഗാർഡിംഗ് മേക്കിംഗ് മണി. നമ്മളെല്ലാവരും ഒരു ട്രഡീഷണൽ പാത്തിലാണ് വളർന്നു വന്നേക്കുന്നത്, എഡ്യൂക്കേഷനൊക്കെ കിട്ടി. ആ പാത്തിന് അനുസരിച്ചെന്ന് വെച്ചാൽ മണി ഉണ്ടാക്കാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗെറ്റിംഗ് എ ജോബ്. ഒരു ജോബിലൂടെ മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ഇഫ് യു വാണ്ട് ടു അറ്റൈൻ ദാറ്റ് റിയൽ വെൽത്ത് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ മോണിറ്ററി ബേസിസിൽ മാത്രമല്ല പറയുന്നത്. റിയൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇറ്റ് വിൽ എനേബിൾ യു ടു ലീവ് എ പീസ്ഫുൾ ലൈഫ്. ഇറ്റ് വിൽ ഗീവ് യു മാക്സിമം ഫ്രീഡം ആൻഡ് പ്ലെൻറ്റി ഓഫ് ചോയ്സസ് ഇൻ യുവർ ലൈഫ്. The best way I'm telling is that do business. Guys, we are living in this era of digital revolution. The best business you can do is that work on yourself. The fastest way to make $1 million is actually, I think, not to start a business, but it's to make yourself have enough knowledge that you can create something of value for $1 million. Most people think that starting a business is their path to riches, but the best investment you'll ever make in life is actually the investment you make in yourself. So if you're starting out and you don't know anything, become an expert at something. AI today, social media, anything that people are willing to pay for. Before you can make $1 million in your business, create value in yourself that people are willing to pay for. That's the path to riches. The world does not reward general knowledge. It rewards specific knowledge. അപ്പാർട്ട് ഫ്രം ദ ജോബ് മൈൻഡ് സെറ്റ്, ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ജീവിക്കും, ആ ഒരു ട്രഡീഷണൽ പാത്ത് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. യു ഷുഡ് ബി അവെയർ ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ദെയർ. ഇൻകം സോഴ്സസ് പല തരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്നത്തെ ഈ ഡിജിറ്റൽ ഇറയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ചേഞ്ച് യു ഹാവ് ടു മേക്ക്. ദ സെക്കൻഡ് ചേഞ്ച് യു ഹാവ് ടു മേക്ക് റിഗാർഡിംഗ് ദ മൈൻഡ് സെറ്റ് ഈസ് ദാറ്റ് ദ വേ യു മാനേജ് യുവർ മണി. അതായത് ഒരു ഷോ കാണിച്ച് ജീവിക്കുക, അങ്ങനത്തെ ലൈഫ് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു വിത്ത് യുവർ മണി ഈസ് ദാറ്റ് യു ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ സ്റ്റോക്സ്, ഇൻവെസ്റ്റ് ഇൻ ക്രിപ്റ്റോസ്, ആൻഡ് യു ലേൺ എ ലോട്ട് അബൌട്ട് കമ്പൗണ്ടിങ്. ഗൈസ്, കമ്പൗണ്ടിങ്ങിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മണി കമ്പൗണ്ട് ആയി ഒരു പോയിന്റ് എത്തും. അറ്റ് ദാറ്റ് പോയിന്റ് നോ യുവർ മണി വിൽ ബി സ്റ്റാർട്ടിങ് ടു മേക്ക് മണി ഫോർ യു. പിന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ലയബിലിറ്റീസിനെക്കാളും കൂടുതൽ അസറ്റ്സ് അക്വയർ ചെയ്യാൻ നോക്കുക. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞൊരു ബുക്കിനകത്ത് മെയിൻ തീം തന്നെയാണ്. ദ തേർഡ് തിങ് യു ഹാവ് ടു ചേഞ്ച് റിഗാർഡിംഗ് യുവർ മൈൻഡ് സെറ്റ് ഈസ്
the way you manage your life. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ വെൽത്ത്, ഇറ്റ് ഈസ് നോട്ട് എവറിത്തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇൻ ദ റിയാലിറ്റി നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഫസ്റ്റ്, ഹെൽത്ത്. നിങ്ങൾ ഏത് ജോലി ചെയ്തോ, ഏത് ബിസിനസ്മാൻ ആണോ, നിങ്ങൾ എത്ര വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് യുവർ ഹെൽത്ത് ഈസ് ഷിറ്റ്, the wealth is shit. Secondly, your relationship. അതായത് നമ്മുടെ ബന്ധങ്ങൾ അത് സൂക്ഷിക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ എത്ര വലിയ പണക്കാരനായിട്ട് നിങ്ങളുടെ ഭാര്യ ഡൈവോഴ്സ് ആണ്, അങ്ങനത്തെ ഇഫ് യു ഡിസ്റ്റർബ്ഡ് ഒരു ഫാമിലി ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പൈസ കൊണ്ട് ഒരു ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ജേണി അതിനൊരു മീനിങ്ങും ഒരു പർപ്പസും ഉണ്ടാകുകയുള്ളൂ. ഇത്രയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടും കുറെ ആൾക്കാർ അവർ പറയും ഇതൊക്കെ എന്ത്, ഐ ഡോണ്ട് വാണ്ട് ടു ഫൈൻഡ് മൈ ഇൻഡിവിജ്വാലിറ്റി, ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് മൈ ഡ്രീംസ്, ഐ ആം ഫൈൻ വിത്ത് ദിസ് 9 to 5 ജോബ് ദാറ്റ് ഐ ഹേറ്റ്. ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, it's a very strange, funny time where everybody would love to be able to be themselves, but they can't because they must fall in line with the person in front of them. You want to live that kind of life? I wish you the best. I'll be on the other side somewhere. Thanks for watching this video guys, and see you in my next video. Bye.